കേരളത്തിൽ മോഷണം നടത്തിയ കുറുവ സംഘത്തിലെ അവസാന പ്രതിയും പിടിയിൽ. മധുരയിൽ നിന്നാണ് പ്രതി കട്ടൂച്ചനെ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. പുന്നപ്രയിൽ വീട് കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ്. കൊടും ക്രിമിനലാണ് പ്രതിയെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ നവംബർ മാസം കേരളത്തിൽ ഭീതി പരത്തിയ സംഭവമായിരുന്നു ഈ കുറുവ ആക്രമണ പരമ്പര. അപ്പോൾ അതിനെ അറുതി വരുത്തി കേരളത്തിലെ ഒരു ആളുകൾക്ക് ആ ഭീതി അകറ്റി അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ നടപടിയാണ് മണ്ണഞ്ചേരി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം സന്തോഷ് സെൽവം എന്ന പ്രതി അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായത്. സന്തോഷ് സെൽവത്തെ വളരെ സാഹസികമായിട്ടാണ് അന്ന് ഈ മണ്ണഞ്ചേരി പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്ത് അതിനുശേഷം നാഗയ്യ ഗർഭയ്യ എന്നുള്ള രണ്ട് പ്രതികളെ തമിഴ്നാട് പോലീസ് ഏതാണ്ട് 20ഓളം കേസുകളിൽ തേടി നടന്ന ആ പ്രതിയെ ആണ് മണ്ണഞ്ചേരി പോലീസ് അന്ന് പിടിച്ചു കൊടുത്തത്. തമിഴ്നാട് പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതേ തുടർന്ന് അവരുടെ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പുന്നപ്രയിൽ ഇതേ രീതിയിൽ വീട് കയറി ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന കേസിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള ഈ പ്രതി, അതായത് ഈ കട്ടൂച്ചൻ എന്നറിയപ്പെടുന്ന ഈ പ്രതി, ഇയാൾ 18 വർഷത്തോളം ഇയാൾ കഠിന നടപടി ശിക്ഷിച്ച ഒരു കേസുണ്ടായിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഇളവ് നൽകി അദ്ദേഹത്തെ അയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതും വളരെ സാഹസികമായിട്ട് ആണ് അവിടെ തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി മണ്ണഞ്ചേരി പോലീസ് വീണ്ടും സംസ്ഥാനത്തിന് ആശ്വാസം പകരുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ കുറുവ ഓപ്പറേഷനിൽ ഉൾപ്പെട്ട പ്രതികളെ നവംബറിൽ ഭീതി പടർത്തിയ പ്രതികളുടെ അവസാന കണ്ണി എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ പ്രതികളിലെ അവസാന പ്രതിയെയും പിടിച്ച വഴി സങ്കീർണമാണ്. പോലീസിനെ തീർച്ചയായും അഭിനന്ദിക്കണം. കാരണം ഇയാളിലേക്ക് എത്തിയതിനുമൊക്കെ വളരെ സങ്കീർണ വഴികൾ പിന്നിടേണ്ടി വന്നു എന്നാണല്ലോ മനസ്സിലാവുന്നത്. എന്തായിരുന്നു പോലീസിന്റെ അന്വേഷണ നീക്കം? സജിത്ത്, തീർച്ചയായും ഈ കട്ടുപൂച്ചിനെ സംബന്ധിച്ചിടത്തോളം അതീവ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പ്രതി എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഒരു കേസ് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും അത്തരം ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ മാരാരിക്കുളത്ത് 10 വർഷം മുമ്പ് ഉണ്ടായ ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കട്ടുപൂച്ചൻ അന്ന് പിടിയിലാവുമ്പോൾ അധ്യാപികയായ ഒരു വീട്ടിൽ കയറി ഒരു അധ്യാപികയായ സ്ത്രീയെയും മകളെയും ഉപദ്രവിച്ചാണ് ഇയാൾ അന്ന് ആഭരണം കവർന്നത്. അതിൽ തന്നെ ഇവരെ ആക്രമിക്കുന്ന രീതി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് മോഷണം മാത്രമല്ല, വീട് കയറി ആക്രമണം നടത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്ന കേസിലാണ് അന്ന് കട്ടൂച്ചനെ മാരാരിക്കുളം പോലീസ് പിടികൂടുന്നത്. തുടർന്ന് ഇയാളെ 10 വർഷം ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു ആ കേസിൽ. ഇയാൾ പിന്നീട് ഈ പ്രതി പിന്നീട് ജയിലിലായതിനു ശേഷം കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇയാൾ പുറത്തേക്ക് വരുന്നത്. ഈ കോവിഡ് കാലത്ത് അന്ന് ജയിൽ കാലിയാക്കലിന്റെ ഭാഗമായി ഇളവ് നൽകിയ തടവുകാരിൽ ഒരാളായി ഇയാൾ പുറത്തേക്ക് വരികയായിരുന്നു. എന്നാൽ പിന്നീടും അതേ രീതിയിൽ തന്നെ ഈ മോഷണം നടന്നു എന്നുള്ളതാണ്. ആ മാരാരിക്കുളത്ത് മോഷണം നടന്ന കാലയളവിൽ ആലപ്പുഴയിൽ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി മോഷണ പരമ്പര തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസിനെ ആകെ ഭയത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം ഇവർ മോഷണം നടത്തുക മാത്രമല്ല, ഇവർ ആക്രമിക്കുകയും ചെയ്യും. അതായത് ഈ മോഷണ സമയത്ത് വീട്ടിലുള്ള ആളുകൾ എതിർത്താൽ ഏത് വിധേനയും ആക്രമിച്ചാണെങ്കിലും സ്വർണം കവരുന്ന രീതിയായിരുന്നു ഇവരുടെ. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറുവ സംഘം അത് ജനങ്ങളെ ആകെ ഭയത്തിലാക്കുന്ന, വിറപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുന്ന സംഘങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇടക്കാലത്ത് ഇവരുടെ ശല്യം കേരളത്തിൽ ഇല്ലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ നവംബറോടുകൂടിയാണ് വീണ്ടും ഈ കുറുവ സംഘം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അതിൽ മണ്ണഞ്ചേരിയിലാണ് ഈ മോഷണ പരമ്പര. അതായത് ഓരോ ദിവസവും പോലീസിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട്, നാട്ടുകാർ ഉറക്കം കെടുത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് കയറിയാൽ തൊട്ടടുത്ത് തന്നെ അടുത്ത സ്ഥലത്ത് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ കയറുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം ഇവിടെ തുടർച്ചയായി മോഷണം നടന്നു എന്നുള്ളതാണ്. പല കേസുകൾ, 8ഓളം കേസുകൾ ആലപ്പുഴയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് ആലപ്പുഴ ടൗണിനോട് ചേർന്നുള്ള സ്റ്റേഷൻ പരിധികളിലായിരുന്നു ഈ കേസുകൾ എന്നുള്ളതാണ്. പുന്നപ്രയും മണ്ണഞ്ചേരിയും അടക്കമുള്ള പ്രദേശങ്ങൾ വന്നു. അതിൽ തന്നെ ഈ 2 ടീമുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തി. അതിനാണ് സന്തോഷ് സെൽവത്തെ എറണാകുളത്ത് നിന്ന് പിടിക്കുന്നത്. അന്ന് സന്തോഷ് സെൽവം പോലീസിനെ ആക്രമിച്ച് കടന്നു കളയുന്നു. തുടർന്ന് ഇയാളെ ചതുപ്പിലൊളിച്ച് ഇയാളെ അതിസാഹസികമായിരുന്നു അന്ന് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. അപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഒരു ടീമിനെ എടുത്തിരുന്നു. ആ ടീമിൽ തന്നെ പോലീസ് പുറത്ത് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ഈ കട്ടൂച്ചൻ തന്നെയായിരുന്നു. കാരണം ഇതിൽ ഏറ്റവും ആക്രമണകാരിയായ
ക്രിമിനൽ സ്വഭാവമുള്ള പ്രതി എന്നുള്ളത്, മോഷ്ടാവ് എന്നുള്ളത് കട്ടൂച്ചിനാണ്. അതുകൊണ്ട് കട്ടൂച്ചിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത് പോലീസ് ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള വിവരം പുറത്തുവിടുകയും ചെയ്തില്ല. സന്തോഷ് സെൽവത്തെ പിടിച്ചു. അതിനുശേഷം 2 പേരെ കൂടി പോലീസ് പിടിക്കുന്നു. അപ്പോഴും പുന്നപ്രയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഈ മോഷ്ടാവിനെ പിടിക്കാൻ ശ്രമിച്ച ആളെ മൂക്കിന് മർദ്ദിച്ച് മൂക്കിന് പാലം തകർത്താണ് അന്ന് ഈ പ്രതി രക്ഷപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ച ഒരു വിവരം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പിന്നീട് ഇവിടെ എത്തിയവർ തന്നെ, പുന്നപ്ര എത്തിയവർ തന്നെയാണ് കോട്ടയത്തും എത്തിയത് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നു. കോട്ടയത്ത് CCTV ദൃശ്യങ്ങളടക്കം കുറുവ സംഘാംഗങ്ങളുടെ ലഭ്യമാവുകയും ചെയ്യുന്നു. തുടർന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ആക്രമണം കൂടി വന്നതോടുകൂടി പോലീസ് ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും ഈ ആളെ തേടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മണ്ണഞ്ചേരി CI ടോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘം തവണയായി മധുര അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇവർക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. തമിഴ്നാട് പോലീസിന്റെയും സഹായം തേടി. പക്ഷേ തമിഴ്നാട് ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇവർക്കുണ്ടെന്നറിഞ്ഞാൽ പോലും ഈ സംഘങ്ങളെ പിടികൂടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കഴിഞ്ഞ 26 മുതൽ തിരച്ചിൽ നടത്തിയ ശേഷം മണ്ണഞ്ചേരി പോലീസ് തിരികെ നാട്ടിലേക്ക് വന്നു. 29-ന് വീണ്ടും ഇവർക്ക് അവിടേക്ക് പോയി. 29-ന് രാത്രി വീണ്ടും പോയി തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ കട്ടൂച്ചൻ പിടിയിലായിട്ടുള്ളത്. മണ്ണഞ്ചേരി CI ടോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ASI ഉല്ലാസ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജഗദീഷ്, ഷൈജു, രജീഷ് എന്നിവരടക്കമുള്ള ടീം. ഈ ടീമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ സന്തോഷ് സെൽവം അടക്കമുള്ള ആളുകൾ ഇവരെ പിടിക്കുന്നത് ഉൾപ്പെടെ മുന്നോട്ട് പോയത്. അവിടുത്തെ SI ബിജു അടക്കമുള്ള സംഘം ഉണ്ടായിരുന്നു. പക്ഷെ പല ഘട്ടത്തിലും ഈ സന്തോഷ് സെൽവം അടക്കമുള്ളവർ പിടിയിലാവുമ്പോഴും കട്ടൂച്ചിനെ കിട്ടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം ഒരുപാട് കേസുകളുള്ള, മോഷണത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു ഈ കട്ടൂച്ചൻ. അതുകൊണ്ട് തന്നെ ഇയാളെ കിട്ടുക എന്നുള്ളത്, അതായത് കേരളത്തിലെത്തി ആക്രമണ സ്വഭാവം കാണിച്ച ഇവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തിയ സംഘത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ഈ കട്ടൂച്ചൻ. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തു നിന്നും കട്ടൂച്ചൻ പലയിടങ്ങളിലേക്കായി നീങ്ങിക്കൊണ്ടിരുന്നു. പോലീസ് ഇയാളുടെ പിന്നാലെ വിടാതെ തുടർന്നു. എന്തായാലും നവംബർ മുതൽ നടന്ന ആ ഒരു ദീർഘമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടിയിലായിട്ടുള്ളത്. പിടിക്കുന്ന ഘട്ടത്തിലും ഇയാളുമായുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കേരള പോലീസ് നേതൃത്വത്തിലുള്ള സംഘം വലിയ പീഡനം നടത്തിയാണ് ഈ CI നേതൃത്വത്തിലുള്ള സംഘത്തെ സ്വീകരിച്ചത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും പോലീസ്, മണ്ണഞ്ചേരി പോലീസ്, ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് ഒരു വലിയ നീക്കമാണ്. അതിനൊടുവിലാണ് ഈ കുറുവ സംഘത്തെ പിടികൂടിയത്.